ഇനി ഇരുട്ടുകുത്തി എ ഗ്രേഡ് ഫൈനലാണ്. അടുത്തതായി പുന്നമടയുടെ ട്രാക്കിൽ നടക്കുന്നത് ഇരുട്ടുകുത്തി എ ഗ്രേഡ് ഫൈനലാണ്. തുരുത്തിത്തറ വള്ളമാണ്. അത് കായൽപ്പുറം സെൻറ് ജോസഫ് ബോട്ട് ക്ലബ്ബും കല്ലട ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബും ഒരുമിച്ച് ആണ് തുരുത്തിത്തറ തുഴയുന്നത്. രണ്ടാം ട്രാക്കിൽ IBRA കൊച്ചിൻ തുഴയുന്ന PG കർണനാണ്. മൂന്നാം ട്രാക്കിൽ അറുവറ ബോട്ട് ക്ലബ്ബ് കുമ്മനം അറുവറ ബോട്ട് ക്ലബിൻ്റെ പടക്കുതിരയാണ്. നാലാം ട്രാക്കിൽ കൊച്ചിൻ ടൗൺ TBCയുടെ 3 തൈക്കലാണ്. അഞ്ചാം ട്രാക്കിൽ പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബിൻ്റെ മാമ്മൂടൻ. അപ്പോൾ ഈ 5 വള്ളങ്ങൾ പങ്കെടുക്കുന്ന ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് പുന്നമടയിൽ ഇനി അടുത്തതായി അരങ്ങേറുന്നത്. നമുക്ക് ആ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞാൽ 5 വള്ളങ്ങളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാം ട്രാക്കിൽ തുരുത്തിത്തറ, 2ൽ കർണൻ, 3ൽ പടക്കുതിര, 4ൽ 3 തൈക്കൽ, 5ൽ മാമ്മൂടൻ. അങ്ങനെ 5 വള്ളങ്ങൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇരുട്ടുകുത്തി എ ഗ്രേഡ്, നമ്മൾ നേരത്തെ വെപ്പ് B ഗ്രേഡ് ഫൈനലാണ് കഴിഞ്ഞെങ്കിൽ ഇത് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ. ആദ്യ വള്ളത്തിൻ്റെ തുരുത്തിത്തറയുടെ ക്യാപ്റ്റൻ റോബിൻ പൗലോസാണ്. ലീഡിംഗ് ക്യാപ്റ്റൻ സോജനാണ്. കർണൻ്റെ ക്യാപ്റ്റൻ മഞ്ജു C മാത്യു ആണ്. ലീഡിംഗ് ക്യാപ്റ്റൻ പ്രശാന്താണ്. പടക്കുതിരയുടെ ക്യാപ്റ്റൻ വിഷ്ണുരാജാണ്. ലീഡിംഗ് ക്യാപ്റ്റൻ ടെനിൻ KC ആണ്. 3 തൈക്കലിൻ്റെ ക്യാപ്റ്റന്മാർ ബിജിയും ശ്രീധരൻ ലീലയുമാണ്. ലീഡിംഗ് ആയിട്ട് രതീഷാണ്. മാമ്മൂടൻ്റെ ക്യാപ്റ്റൻ പ്രവീഷ് പ്രസന്നൻ, ലീഡിംഗ് ക്യാപ്റ്റൻ അർജുൻ KM. ഏതായാലും ഇരുട്ടുകുത്തി എ ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാം ട്രാക്കിൽ തുരുത്തിത്തറ, കായൽപ്പുറത്തു നിന്ന് തുരുത്തിത്തറ. രണ്ടാം ട്രാക്കിൽ IBRAയുടെ PG കർണൻ. മൂന്നാം ട്രാക്കിൽ അറുവറ ബോട്ട് ക്ലബിൻ്റെ പടക്കുതിര. നാലാം ട്രാക്കിൽ TBC കൊച്ചിൻ ടൗണിൻ്റെ 3 തൈക്കൽ. അഞ്ചാം ട്രാക്കിൽ പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബിൻ്റെ മാമ്മൂടൻ. ആവേശ ഭരിതമാണ്. കാണാം 3 തൈക്കലെ കാണാം. 3 തൈക്കൽ 28 നമ്പർ വള്ളം, അതേപോലെ തൊട്ടുപുറത്ത് 29 നമ്പർ വള്ളം മാമ്മൂടൻ. ഇവരൊക്കെ ഈ ചെറുവള്ളങ്ങളുടെ കളിമേഖലയിലൊക്കെ വലിയ പേരുകാരാണ്. പടക്കുതിരയും മാമ്മൂടനും 3 തൈക്കലും കർണനും തുരുത്തിത്തറയുമെല്ലാം. പ്രത്യേകിച്ച് പടക്കുതിരയും മാമ്മൂടനും ഒക്കെ എത്രയോ തവണ വലിയ വള്ളം കളികളിലൊക്കെ ചെറിയ വള്ളങ്ങളുടെ പേരിൽ ഒരുപാട് മത്സര വേദികളിലൊക്കെ സമ്മാനങ്ങൾ വാങ്ങിയ വള്ളം. അപ്പോൾ 5 ട്രാക്കും നിറഞ്ഞു വരുന്ന ഇരുട്ടുകുത്തി എ ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരത്തിനാണ് പുന്നമടയുടെ ഇരുകരകളും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒന്നാം ട്രാക്കിൽ തുരുത്തിത്തറ, രണ്ടാം ട്രാക്കിൽ കർണൻ, മൂന്നാം ട്രാക്കിൽ പടക്കുതിര, നാലാം ട്രാക്കിൽ 3 തൈക്കൽ, അഞ്ചാം ട്രാക്കിൽ മാമ്മൂടൻ. ആവേശഭരിതമായ ചെറുവള്ളങ്ങളുടെ മത്സരമാണെങ്കിലും ആവേശഭരിതമാണ് മത്സരം. ഇഞ്ചോടിഞ്ച് വിട്ടുകൊടുക്കാതെ തന്നെയാണ് ഈ വള്ളങ്ങളൊക്കെ വരുന്നത്. ഇരുട്ടുകുത്തി വള്ളം നമുക്കറിയാം, നേരത്തെ പറഞ്ഞു വെപ്പ് വള്ളത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചെറു വള്ളങ്ങളിൽ പെടുന്നതാണ് ഇരുട്ടുകുത്തി വള്ളം. ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു ജൂനിയർ എന്ന് പറയാവുന്ന വള്ളങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ വള്ളങ്ങളുടെ മത്സരവും എല്ലാം തുഴച്ചിൽക്കാർ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ നെഹ്റു ട്രോഫി ജലോത്സവം എന്ന് പറഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ മാത്രം മത്സരമല്ല. 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 വള്ളങ്ങൾ, അതായത് ചുണ്ടൻ വള്ളങ്ങൾ 21 ഉള്ളൂ. പക്ഷേ ചെറുവള്ളങ്ങൾ എത്രയോ കൂടുതലുണ്ടെന്ന് നോക്കുക. 75 ചെറുവള്ളങ്ങളുണ്ട്. അപ്പോൾ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇരുട്ടുകുത്തി എ ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരമാണ്. എനിക്ക് തോന്നുന്നു മൂന്നാം ട്രാക്കിലെ പടക്കുതിരയാണ് പാഞ്ഞു വരുന്നത്. മൂന്നാം ട്രാക്കിലെ പടക്കുതിരയാണ് മുന്നിലേക്ക് കയറി വരുന്നതെന്ന് തോന്നുന്നു. അതോ മാമ്മൂടനാണോ? മാമ്മൂടനും വിട്ടു കൊടുക്കുന്നില്ല. അതോ 3 തൈക്കലാണോ? അറിയില്ല. ഏതായാലും 3 തൈക്കലും മാമ്മൂടനും ഒക്കെ തമ്മിൽ നല്ല 29 നമ്പർ വള്ളം മാമ്മൂടന്, 28 നമ്പർ വള്ളം 3 തൈക്കല്. നല്ല മത്സരം. ഒന്നാം ട്രാക്കിൽ 22 ട്രാക്കിലെ കർണനാണ്. മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ കർണം പോകുന്നുണ്ട് 2ാം ട്രാക്കിൽ. ഏതായാലും മനോഹരമായ ഒരു വിഷ്വൽ തന്നെ വീണ്ടും നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. 5 കളിവള്ളങ്ങൾ, 5 ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ പങ്കെടുക്കുന്ന 5 വള്ളങ്ങൾ ഒരേപോലെ കടന്നു വരുമ്പോൾ തുരുത്തിത്തറ, കർണന്, പടക്കുതിര, 3 തൈക്കൽ, മാമ്മൂടൻ, ആ 5 വള്ളങ്ങൾ ഒരേപോലെ കടന്നു വരുന്ന ഇരുട്ടുകുത്തി എ ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരം പുരോഗമിക്കുകയാണ്. സോ പുന്നമടയുടെ മത്സര ട്രാക്കിൽ തീർച്ചയായിട്ടും ആവേശഭരിതമായ ഒരു മത്സര ദിനം, 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ മത്സര ദിനം അങ്ങനെ കടന്നു പോവുകയാണ്. നമ്മൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി ലൂസേഴ്സിനും, സെക്കൻഡ് ലൂസേഴ്സിനും, തേർഡ് ലൂസേഴ്സിനും, മെയിൻ ഫൈനലിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ ഏതായാലും തത്സമയ ദൃശ്യങ്ങൾ എത്തുന്നത് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൻ്റെ മത്സരങ്ങളാണ്. ഇരുട്ടുകുത്തി നമുക്കറിയാം, വടക്കനോടി എന്നൊക്കെ പറയുന്നതും ഇരുട്ടുകുത്തി വള്ളങ്ങളാണ്. രാജാക്കന്മാരുടെ പള്ളിയോടങ്ങൾ ആയിരുന്നു വാസ്തവത്തിൽ ഇരുട്ടുകുത്തി വള്ളങ്ങൾ. അതായത് രാജാവ് വലിയ വള്ളങ്ങളിൽ ചുണ്ടൻ വള്ളത്തിൽ സഞ്ചരിച്ച് പോകുമ്പോൾ രാജാവിന് അകമ്പടി പോകുന്ന വള്ളങ്ങളായിരുന്നു ഇരുട്ടുകുത്തി. രാത്രികാലങ്ങളിലാണ് പലപ്പോഴും ഇരുട്ടുകുത്തിക്ക് പേര് വന്നത്. ഇരുട്ടിനെ കീറിമുറിച്ച് വേഗത്തിൽ പായുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇരുട്ടുകുത്തി എന്ന പേര് വന്നത്. അമരവും അണിയവും ഒരേ വലിപ്പം. നിങ്ങൾക്ക് കാണാം, അമരവും അണിയവും മലയാളത്തിൽ ല എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതിയാൽ അതേപോലെ ഇരിക്കും അമരവും അണിയവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ഇരുട്ടുകുത്തി വള്ളം.
ഒരു 85 അടി വരെയൊക്കെ നീളമുണ്ടാകും. ഇരുട്ടുകുത്തിയിൽ നേരത്തെ വെപ്പ് വള്ളങ്ങളെ പോലെയല്ല, ഇരുട്ടുകുത്തിയിൽ ഒരു 55-60 പേരൊക്കെ ഇരുട്ടുകുത്തിയിൽ അനായാസം ഇരുന്ന് വലിക്കുന്ന വള്ളങ്ങളാണ്. അപ്പോൾ ഇരുട്ടുകുത്തി നമുക്കറിയാം, ഇരുട്ടുകുത്തിക്ക് അമരത്തൊക്കെ 3-4 പേരൊക്കെ ഉള്ള അമരങ്ങളാണ് ഇരുട്ടുകുത്തിക്ക്. അപ്പോൾ അതുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇരുട്ടുകുത്തിയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് തൊട്ട് ജൂനിയർ ഇരുട്ടുകുത്തിയാണ്. ആവേശഭരിതമായ ഒരു മത്സരം തന്നെ അരങ്ങേറുന്ന ഇരുട്ടുകുത്തി വിഭാഗത്തിൻ്റെ ബി ഗ്രേഡ് ഇരുട്ടുകുത്തിയുടെ എ ഗ്രേഡ് ഫൈനൽ മത്സരം നടക്കുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, തുരുത്തിത്തറ, PG കർണൻ, പടക്കുതിര, 3 തൈക്കൽ, മാമ്മൂടൻ, ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് കല്ലട, സെൻറ്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറം എന്നിവർ തുഴയുന്നതാണ് തുരുത്തിത്തറയെങ്കിൽ കൊച്ചിൻ IBRA ക്ലബിൻ്റെതാണ് കർണൻ, കുമ്മനത്തെ അറുപറ ക്ലബിൻ്റെതാണ് പടക്കുതിര, കൊച്ചിൻ ടൗൺ TBCയുടേതാണ് 3 തൈക്കൽ, പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബിൻ്റെതാണ് മാമ്മൂടൻ. അപ്പോൾ അങ്ങനെ ആവേശഭരിതമാണ്. 3 തൈക്കലാണെന്ന് തോന്നുന്നു 28-ാം നമ്പർ വള്ളം 4-ാം ട്രാക്കിൽ വരുന്ന 3 തൈക്കൽ. ഒന്നാം തുഴക്കാരനൊക്കെ എഴുന്നേറ്റ് നിന്ന് ആഞ്ഞ് തുഴയുന്നത് കാണാം. ഒന്നാം തുഴക്കാരൻ 28-ാം നമ്പർ വള്ളം 3 തൈക്കൽ ആവേശഭരിതമായ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ 1-ാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 3 തൈക്കൽ വള്ളം, 3 തൈക്കൽ ഇങ്ങനെ ആവേശോജ്വലമായ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൻ്റെ ഫൈനൽ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടുന്ന വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് തൊട്ടിപ്പുറത്ത് വന്ന പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബിൻ്റെ 5-ാം ട്രാക്കിൽ വന്ന മാമ്മൂടനെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൻ്റെ ഫൈനൽ മത്സരത്തിൽ 3 തൈക്കൽ ജേതാവായിരുന്നു. 3 തൈക്കൽ 4-ാം ട്രാക്കിൽ തുഴഞ്ഞ 3 തൈക്കൽ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ ജേതാവായിരിക്കുന്നു. 3 തൈക്കൽ 5-ാം ട്രാക്കിൽ തുഴഞ്ഞ മാമ്മൂടൻ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടുകുത്തി എ ഗ്രേഡ് ഫൈനൽ മത്സരവും പുന്നമടയിൽ 3-ാം സ്ഥാനത്ത് കർണനാണ് കേട്ടോ. 3-ാം സ്ഥാനത്ത് 2-ാം ട്രാക്കിൽ തുഴഞ്ഞ കൊച്ചിൻ IBRA ക്ലബ്ബ് തുഴഞ്ഞ മഞ്ജു സി മാത്യു ക്യാപ്റ്റനായ പ്രശാന്ത് ലീഡിംഗ് ക്യാപ്റ്റനായ 27-ാം നമ്പർ വള്ളം PG കർണൻ 3-ാം സ്ഥാനത്ത്. സോ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൻ്റെ 1-ാം സ്ഥാനം 3 തൈക്കൽ, 2-ാം സ്ഥാനം മാമ്മൂടൻ, 3-ാം സ്ഥാനം PG കർണൻ. ഇനി ആ വരുന്ന